ഓഗസ്റ്റ് 14 എന്ന ഇന്ന് വിഭജന ഭീതി ദിനം ആചരിച്ച് കേന്ദ്ര സർക്കാരും ബിജെപിയും. ഇന്ത്യ വിഭജനം ചരിത്രത്തിലെ ദുരന്താധ്യായം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിഭജന ഭീതി ദിനത്തിൽ എണ്ണമറ്റ ആളുകൾ സഹിച്ച പ്രക്ഷോഭങ്ങളെയും വേദനയെയും ഓർക്കുന്നു. അവരുടെ മനക്കരുത്തിനെ ആദരിക്കാനുള്ള ഒരു ദിവസം കൂടിയാണിതെന്നും മോദി എക്സിൽ കുറിച്ചു. ഇതേ ദിവസമാണ് ഇന്ത്യയെ രണ്ടായി വിഭജിച്ച് കോൺഗ്രസ് ഭാരതമാതാവിന്റെ അഭിമാനത്തിൽ മുറിവേൽപ്പിച്ചതെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന. എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദിനാചരണത്തിന് സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കുലർ നൽകിയിട്ടുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, 2021 നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം വിഭജന ഭീതി ദിനം എന്നൊരു ദിനാചരണം ആരംഭിക്കുന്നത്. ഇപ്പോഴാണ് കഴിഞ്ഞ വർഷം UGC നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഒരുപക്ഷെ സംസ്ഥാനത്ത് ഇത്ര പ്രകടമായി ഈ വിഷയം ചർച്ചയാവുന്നത് ഇത്തവണയാണ്. അതിന്റെ കാരണം ഗവർണർ നൽകിയിട്ടുള്ള തുടർച്ചയായ നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് സംസ്ഥാനം കാണുന്നത്? ഇന്ന് കോളേജുകളിൽ ഏതെങ്കിലും രീതിയിൽ ഇത് പ്രകടമാവുന്നുണ്ടോ? ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ സർവകലാശാലകൾക്ക് കൈമാറിയ ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ പൂർണ്ണമായി അവഗണിക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കഴിഞ്ഞ ദിവസം നൽകിയ നിർദ്ദേശം. RSSന്റെ അജണ്ട സർവകലാശാലകളിൽ നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ കേരള, കണ്ണൂർ സർവകലാശാലകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ സർക്കുലറുകളിൽ തിരുത്തൽ വരുത്തിയതുമായി ബന്ധപ്പെട്ട് രാജ്ഭവന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പുതുക്കിയ സർക്കുലർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ എല്ലാ കോളേജുകളിലും വിഭജന ഭീതി ദിനാചരണം ആചരിക്കണമെന്ന നിർദ്ദേശം ഈ സർക്കുലറിലൂടെ സർവകലാശാലകളെ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ അറിയിക്കുകയും ചെയ്തത്. പക്ഷേ ABVP ചില സെമിനാറുകൾ തിരുവനന്തപുരത്ത് അടക്കം ധനുവച്ചപുരത്തുള്ള കോളേജുകളിലടക്കം ചില സെമിനാറുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഒഴിച്ചു നിർത്തിയാൽ നമ്മളിപ്പോൾ ഉള്ള സർവകലാശാല ആസ്ഥാനത്ത്, കേരള സർവകലാശാല ആസ്ഥാനത്തടക്കം പതിവ് പോലെ തന്നെയാണ് പ്രവർത്തന രീതികൾ. അതിനപ്പുറത്തേക്ക് കൂടുതൽ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് സർവകലാശാലകളിലും സമാനമായ സ്ഥിതിയായിരിക്കും. കാരണം പ്രതിപക്ഷമടക്കം വലിയ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം ഗവർണറുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഗവർണറുടെ ഭാഗത്ത്, രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുമ്പോട്ട് വെച്ചത്. അത്തരത്തിൽ തന്നെയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സമാനമായ തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. അത് നടത്തേണ്ടതില്ല എന്ന് സർവകലാശാലകൾക്ക് താൻ നിർദ്ദേശം നൽകുമെന്നായിരുന്നു വകുപ്പിന്റെ ചുമതല കൂടിയുള്ള ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രതികരണം. അങ്ങനെ സർക്കാരും ഗവർണറും ഈ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. എന്തായാലും സർവകലാശാലയിൽ മറ്റ് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടികളോ നടക്കുമോ എന്നത് മാത്രമാണ് അറിയാനുള്ളത്. ഇപ്പോൾ ഇതാ ഒരു പ്രതിഷേധ മാർച്ച് സർവകലാശാലയുടെ പ്രധാന കവാടത്തിലേക്ക് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. അത് സർവകലാശാലയുടെ പ്രധാന കവാടത്തിലേക്ക് എത്തുകയാണ്. അതായത് രജിസ്ട്രാർക്കെതിരെ, വ്യാജ രജിസ്ട്രാർ പുറത്തു പോവുക എന്ന ബോർഡ് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വിഭജന ഭീതി ദിനാചരണത്തിന്റെ നടത്തണമെന്ന ഗവർണറുടെ കർശനമായ നിർദ്ദേശം നിലനിൽക്കുന്ന ദിവസം സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാൻ, ഇത് നേരത്തെ സർവകലാശാലയിൽ നടന്നു വന്നിരുന്ന തർക്കങ്ങളുടെ അല്ലെങ്കിൽ രജിസ്ട്രാറും VCയും തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, അതിനെ തുടർന്ന് രജിസ്ട്രാറുടെ ചുമതല മാറ്റി നൽകി. ഈ സംഭവത്തിലുള്ള പ്രതിഷേധമാണോ ഇപ്പോൾ കാണുന്നത്? അത് സർവകലാശാല ജീവനക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വൈസ് ചാൻസലറുടെ ഏകാധിപത്യ നടപടികൾ അവസാനിപ്പിക്കുക, വ്യാജ രജിസ്ട്രാർ പുറത്തുപോവുക തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഈ വിഭജന ഭീതി ദിനാചരണവുമായി ബന്ധമില്ല. അത്തരത്തിലുള്ള പരാമർശങ്ങളോ പ്ലക്കാർഡുകളോ ഒന്നും അവരുടെ പക്കലില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ വിഭജന ഭീതി ദിനാചരണം കൃത്യമായി തന്നെ സർവകലാശാലയിൽ നടത്തണമെന്ന ചാൻസലറുടെ നിർദ്ദേശം നിലനിൽക്കുന്ന സ്ഥലത്ത് ഇന്ന് വൈസ് ചാൻസലർക്കെതിരായ പ്രതിഷേധ പരിപാടികൾക്കാണ് ഈ സർവകലാശാല കവാടം വേദിയാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. തീർച്ചയായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള സർവകലാശാല സംഘർഷഭരിതമാണ്. ഒന്നല്ലെങ്കിൽ ഒന്നായി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയായിരുന്നു. ഒരു ചെറിയ ഇടവേളയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ന് വീണ്ടും ജീവനക്കാരും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അടക്കമുള്ള സംഘമാണ് VCക്കെതിരെ വ്യാജ രജിസ്ട്രാറെ നീക്കുക,
രജിസ്ട്രാർ അനിൽകുമാറിന് പകരം രജിസ്ട്രാറുടെ ചുമതല നൽകിയിരുന്നു. വ്യാജ രജിസ്ട്രാർ നീക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഏതായാലും